HTML പ്രോഗ്രാമുകൾ ചെയ്യുന്നതിനുള്ള ഒരു ആപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ നേരെ പ്ലേ സ്റ്റോറിൽ പോവാം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് സെർച്ച് ബട്ടണിൽ HTML എഡിറ്റർ എന്ന് ടൈപ്പ് ചെയ്യുക, സെർച്ച് ചെയ്യുക. അതിനകത്ത് കാണുന്ന ഈ ഒരു ഡെസ്ക്ടോപ്പ് മോണിറ്ററിൽ HTML എഴുതിയിട്ടുള്ള ഈ ഐക്കൺ ഉണ്ടല്ലോ, ഈ ഐക്കണുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. കുറച്ച് MB ഉള്ളൂ, 5 MB ഉള്ളൂ അതിനകത്ത് സൈസ് വരുന്നത്, വളരെ കുറഞ്ഞ സൈസുള്ളൂ. അത്യാവശ്യം വേണ്ട HTML പ്രോഗ്രാമുകളൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്ത് നോക്കാം. ഞാനൊരു പ്രോഗ്രാം ചെയ്യുന്നതെന്ന് കാണിക്കാം. HTML എഡിറ്റർ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. ഇനി ഇവിടെ നിന്ന് ഇപ്പം തന്നെ വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം. അതല്ലെങ്കിൽ മറ്റൊരു മാർഗ്ഗമുള്ളത്, നിങ്ങൾ ആപ്സിൽ പോയിട്ട് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് ആയതുകൊണ്ട് ഇതിനകത്ത് സെർച്ച് ചെയ്ത HTML എഡിറ്റർ കാണും. എൻ്റെ മൊബൈലിൽ ആൽഫബറ്റിക്കൽ ആയതുകൊണ്ട് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് കാണുന്നത്. ചിലതിൽ ആൽഫബറ്റിക്കൽ ആവില്ല, ഇൻസ്റ്റാൾ ചെയ്ത ഓർഡറിലാണെങ്കിൽ ഏറ്റവും അവസാനം ഉണ്ടാവും. HTML എഡിറ്റർ ടൈപ്പ് ചെയ്യുന്നു. ഇതിൽ പ്രോ വെർഷൻ നമുക്ക് ആവശ്യമില്ല, നമുക്ക് പഠിക്കാൻ എഡിറ്റർ വെർഷൻ തന്നെ മതി. എഡിറ്റർ തന്നെ മതി, സാധാ എഡിറ്റർ ഉപയോഗിച്ചാൽ മതി, പ്രോ വേണ്ട. എക്സിക്യൂട്ടീവ് അടിച്ച് ഇതിന് പുറത്തേക്ക് ഇറങ്ങാം. നമുക്ക് എഡിറ്ററിന് എടുത്ത് നോക്കാം. എഡിറ്റർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു ഡിഫോൾട്ടായിട്ട് ഈ അത്യാവശ്യം വേണ്ട ആ ഒരു സ്ട്രക്ചർ എലമെന്റ്സ് കംപ്ലീറ്റ് വന്നിട്ടുണ്ടാവും. ഇവിടെ കണ്ട് താഴത്ത് കണ്ടല്ലോ റൈറ്റ് യുവർ കോഡ് ഹിയർ, ഇവിടെ താഴത്തുണ്ട് റൈറ്റ് യുവർ കോഡ് ഹിയർ. നമുക്ക് എന്താണ് വേണ്ടത് ഇവിടെ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകണം. ഓക്കെ, ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇതിനാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ട്. ഇതിനകത്ത് ഈ കീബോർഡ് ടൈപ്പ് ചെയ്യാൻ വരുന്ന സമയത്ത് കീബോർഡിൻ്റെ മുകളിൽ ഈ ലെസ്താനും കണ്ടല്ലോ, ഇവിടെ ലെസ്താനും കിട്ടുന്നത്. അത് അടിച്ചാൽ തന്നെ അവിടെ ആ ആംഗിൾ ബ്രാക്കറ്റ്സ് രണ്ടും വരും. അതിൻ്റെ ശേഷം നമുക്ക് വേണ്ട ഹെഡിങ്ങിൻ്റെ ടാഗാണെങ്കിൽ H1 അത് കൊടുക്കുക. നമ്മൾ നേരെ അപ്പുറം വന്നു. വീണ്ടും നമുക്ക് ഹെഡിങ് എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. ലിസ്റ്റ് ഓഫ് ഫ്രൂട്ട്സ് ഞാൻ ഹെഡിങ് കൊടുത്തു. ലിസ്റ്റ് ഓഫ് ഫ്രൂട്ട്സ് ഹെഡിങ് കൊടുത്തു. ഹെഡിങ് കൊടുത്തതിന് ശേഷം അതിൻ്റെ /H1 വരണം. വീണ്ടും ഇത് ഉപയോഗിച്ചു. തൊട്ടടുത്തിൻ്റെ സ്ലാഷ് ഉണ്ട്, അതും കൊടുക്കുക, H1 കൊടുക്കുക. ഇനി അടുത്ത വരിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എൻ്റർ ചെയ്താൽ അടുത്ത വരിയിലേക്ക് വരാം. ലിസ്റ്റിൻ്റെ ടാഗ് ഉപയോഗിച്ച് ആംഗിൾ ബ്രാക്കറ്റ് കൊടുത്തു, OL കൊടുത്തു. ഇനി ഇതിനകത്ത് ഞാനൊരു 3 ഫ്രൂട്ട്സിൻ്റെ ലിസ്റ്റ് ആഡ് ചെയ്യാൻ പോവാണ്. LI ആപ്പിൾ /LI. ഓക്കെ, ടൈപ്പ് ചെയ്തിട്ട് വന്നൊരു പ്രശ്നമാണ്. LI. ദെൻ അടുത്തത് വീണ്ടും LI ടാഗ്. ഓക്കെ, ഓറഞ്ച്. ദെൻ /LI. അടുത്തത് മൂന്നാമത്തെ ഒരു ഐറ്റം കൊടുക്കാം, LI ഗ്രേപ്സ്. then /LI. ഓക്കെ, സോറി, അഡ്വർടൈസ്മെന്റിലേക്ക് വന്നതാണ്. ഇത് എൻ്റർ ചെയ്തിട്ട് ഇനി /OL ഉപയോഗിച്ച് അതിനെ ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇത് റൺ ചെയ്യുന്ന നോക്കാം. പണിയൊന്നുമില്ല. ഇവിടെ ഔട്ട്പുട്ട് എന്നൊരു ടാബ് ഉണ്ട്. ആ ടാബിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടായി. ലിസ്റ്റ് കണ്ടല്ലോ, 1 2 3. ഞാൻ ലിസ്റ്റിൻ്റെ ഓർഡർ മാറ്റണമെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് പഠിച്ചിട്ടുണ്ട്. OL കഴിഞ്ഞിട്ട് ക്ലോസിംഗ് ആംഗിൾ ബ്രാക്കറ്റിന് മുമ്പിലായിട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു കൊടുക്കുന്ന കാണാനല്ലേ. ടൈപ്പ് ഈസ് ഈക്വൽ ടു നമുക്ക് കൊട്ടേഷനൊക്കെ കൊടുക്കുന്നുണ്ട്. കൊട്ടേഷൻ കൊടുക്കാം. ക്യാപിറ്റൽ ലെറ്റർ A കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ നമുക്കറിയാം ABCD ആ രൂപത്തിലാണ് വരിക. നേരെ ഔട്ട്പുട്ട് എടുത്ത് നോക്കാം. കണ്ടോ, ലിസ്റ്റ് ഓഫ് ഫ്രൂട്ട്സ് ABC. ഈ രൂപത്തിൽ നമുക്ക് HTML എഡിറ്റർ എന്ന് പറയുന്ന ആപ്പിനെ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ പഠിക്കുന്ന HTML ഇവിടെ ഇതിനകത്ത് ചെയ്ത് നോക്കാം. ചില പരിമിതികൾ എന്തായാലും ഉണ്ടാവും, എങ്കിലും ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്ത് നോക്കാനായിട്ട് പറ്റും.